തിരുവനന്തപുരം മ്യൂസിയത്തിൽ തെരുവുനായ ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. രാവിലെ നടക്കാനിറങ്ങിയവരെയാണ് നായ കടിച്ചത്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവിച്ചത് 7:50 ആയപ്പോൾ ഞങ്ങളവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ആരോ വിളിച്ച് പറയുന്നത് മ്യൂസിയത്തിൽ ഒരു പേപ്പട്ടി കടന്ന് ആളുകളെ കടിക്കുമെന്ന് പറഞ്ഞു. ഒരാളെ കടിച്ചതായിട്ട് കൃത്യമായിട്ട് അറിയും. പിന്നെ 5 പേരെ കടിക്കുമെന്ന് പറഞ്ഞു. മ്യൂസിയത്തിനകത്ത് ധാരാളം പട്ടികളുണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റ് മുമ്പേ വന്നിരുന്ന ഇവിടെ ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ആളുകളും കൂടി ഇവിടെ നിൽക്കുക. ഇപ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ മ്യൂസിയം ഡയറക്ടറുടെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ച് നോക്കിയിട്ട് ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചത്ത് കിടന്ന ഒരു പട്ടി കിടപ്പുണ്ട്. ഒരാൾ തോക്കുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, നടക്കാൻ ധാരാളം പേര് ഇറങ്ങുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ സംഭവം. സുജയ, ഒരു സംശയവും വേണ്ട. കാരണം തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് ഈ ചുറ്റുപാടും താമസിക്കുന്ന എല്ലാ ആൾക്കാരും പ്രഭാതത്തിലായാലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലായാലും ഒരുപോലെ നടക്കാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണെന്ന് ജനങ്ങളെ പരിഭ്രാന്തിയാക്കിക്കൊണ്ട് ഈ തെരുവുനായ ആക്രമിച്ചത്. 5ഓളം പേർക്ക് ഈ തെരുവുനായിൽ നിന്നും കടിയേറ്റു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ എല്ലാവരെയും വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ അടക്കമുള്ളവ നൽകി എന്നുള്ളതാണ്. ഈ നായയുടെ കടിയേറ്റ് പലരുടെയും വസ്ത്രങ്ങളടക്കം കീറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത്രമാത്രം വലിയൊരു ആക്രമണമാണ് നായയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു നായ മാത്രമാണ് ഇത്തരത്തിൽ 5 പേരെ ഒരേ സമയം കടിച്ചത്. ഇത് പേവിഷബാധ ഉള്ള ഒരു നായയാണെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മ്യൂസിയത്ത് എത്തിയപ്പോൾ പലരുടെയും പ്രതികരണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ ഇപ്പോഴും അവിടെ തെരുവുനായയുടെ ശല്യം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് മുന്നിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവൊക്കെ വന്നുവെങ്കിലും ABC പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇനി എങ്ങനെയാണ് ABC പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് സർക്കാരിന് മുന്നിൽ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമാകുന്നുണ്ട്. 2 ദിവസം മുൻപ് കോവളത്തും സമാനമായ സാഹചര്യമുണ്ടായി. വിദേശ വനിതയാണ് അന്ന് തെരുവുനായ കടിച്ചത്. ഇന്നിപ്പോൾ 5 പേരെ കടിച്ചു. ഇനി പലരും ആശങ്കയുണ്ട്. കാരണം ഇനി സായാഹ്നങ്ങളിലൊക്കെയും നടക്കാനിറങ്ങുന്നവരൊക്കെയും വളരെ ഭയത്തോടു കൂടിയാണ് കഴിയുന്നത്. കാരണം ഇന്നിപ്പോൾ തെരുവുനായയുടെ കടിയേറ്റവരിൽ പലർക്കും അതിൽ പ്രായം ചെന്ന മനുഷ്യന്മാരെ വരെ തെരുവുനായ കടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ ഇറങ്ങുന്നവർ പോലും വളരെ ഭയത്തോടു കൂടിയാണ് സുജയ കഴിയുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് അരുൺ സോളമൻ.